ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസ ഫലം. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമാണ്. അതായത് രാശിയുടെ 9ാം ഭാവം, അതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യഭാവം. അവിടേക്ക് ശുക്രൻ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുകയും 9ാം ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ രാജയോഗകാരകനാണ്. ആ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ 11ാമത്തെ ഉപജയസ്ഥാനത്ത് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വയുടെയും ശുക്രൻ്റെയും പൂർണ്ണമായ അനുഗ്രഹമുള്ള ഈ സെപ്റ്റംബർ മാസം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. കൊച്ചുകുട്ടികളായാലും പ്രായമായവരും ഒക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പൊതുവെ തൃപ്തികരമായി ചികിത്സകളൊക്കെ ഫലിക്കുന്നതിനുള്ള യോഗമുണ്ട്. ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും വേണം. അതായത് ഉഷ്ണസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നിച്ച്, അതായത് ബുധൻ്റെയൊക്കെ അനുഗ്രഹത്താൽ നല്ല വിജയങ്ങൾ വന്നു ചേരും. ബുദ്ധിയൊക്കെ വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് തീരുമാനങ്ങൾ ശരിയായിട്ട് എടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ അതുമൂലം ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും പാസ്സാകുവാൻ യോഗമുണ്ട്. എങ്കിലും അധിക സമയം പഠനത്തിനായിട്ടും ശ്രദ്ധയും ക്ഷമയും ഒക്കെ വേണം. അലസത പാടില്ല. കുടുംബപരമായിട്ടും സന്തോഷമുള്ള ഒരു മാസമാണ്. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലും ഐശ്വര്യപൂർണമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുവാനായിട്ട് യോഗമുണ്ട്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും ആ തൊഴിലിൽ നിന്ന് ഒരു പുരോഗതി ഉണ്ടാകേണ്ട നല്ല ഒരു സമയമാണ്. പ്രധാനമായിട്ട് ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെയും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും നിർദ്ദേശങ്ങൾ ആരാഞ്ഞ് ഒരിക്കൽ കൂടി വിചിന്തനം ചെയ്ത് വേണം പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ. അതായത് ധനം ഇറക്കി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കടം വാങ്ങുമ്പോൾ, കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോൾ, ജാമ്യം നിൽക്കുമ്പോൾ ഇതൊക്കെ വളരെ ജാഗ്രത ആവശ്യമാണ്. പ്രധാനമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും, മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ, കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരും കൃഷിക്കാർക്കുമൊക്കെ നല്ല അനുകൂലമാണ്. വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന ഈ കാലം വാഹന സംബന്ധമായ അധിക ലാഭമുണ്ടാകുന്നതിനും തൊഴിൽപരമായ മെച്ചങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. മെക്കാനിക്കലായാലും ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവരായാലും, ഇനി അതല്ല ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നവർക്കും ഒക്കെ അത് അനുകൂലമാണ്. പൊതുവെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക, മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക, എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ താഴെ എൻ്റെ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്. നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.